السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألا إن أولياء الله لا خوف عليهم ولا هم يحزنون الذين آمنوا وكانوا يتقون. صدق الله مولانا العظيم. وقال النبي صلى الله عليه وسلم: إن لله خلقا خلقهم لحوائج الناس يفزع الناس إليهم في حوائجهم. صدق رسول الله. ഏറ്റവും ബഹുമാനമുള്ള സാദാത്യങ്ങൾ, ഉലമാക്കൾ, ഉമറാക്കൾ, ഏറ്റവും പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, സഹോദര സഹോദരിമാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ സംഗമം ഒരു സ്വാലിഹായ അമലായി നമ്മൾ ഇന്ന് കബൂൽ ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട താജുൽ ഔലിയ അസ്സയ്യിദ് ഖാസിം വലിയുല്ലാഹി തങ്ങളുടെ 300ാമത് ആണ്ട് നേർച്ചയുടെ ഔപചാരികമായ തുടക്കമാണ് ഇൻഷാ അല്ലാഹ്. സമാപ്തി കുറിക്കുന്നതിന് വേണ്ടി സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് ഇവിടെ എത്തും നാം പ്രതീക്ഷിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. നല്ല ആരോഗ്യവും ദീർഘായുസ്സും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ഞാനും യഥാർത്ഥത്തിൽ ഈ പരിപാടിക്ക് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ അവിടെ വന്ന് ക്ഷണിച്ചപ്പോൾ മനസ്സുകൊണ്ട് തന്നെ എന്തായാലും വരണം എന്ന് തീരുമാനിക്കുകയും അല്ലാഹു അതിന് തൗഫീഖ് തരണമല്ലോ, അതിനുവേണ്ടി ദുആ ചെയ്യുകയും ചെയ്ത് വേഗം കബൂൽ ചെയ്തു. പ്രധാനമായ കാരണം മഹാനായ ഖാസിം വലിയുല്ലാഹി സയ്യിദാണ്, വലിയ ആലിമാണ്, അല്ലാഹുവിന്റെ ആരിഫീങ്ങളിൽപ്പെട്ട ഒരു മഹാനാണ്. സൂര്യപ്രകാശം പോലെ വ്യക്തമാകുന്ന ധാരാളം കറാമത്തുകളുടെ ഉടമയും കൂടിയാണ്. അതുകൊണ്ട് തന്നെ 2 വർഷം മുമ്പും ഈ പരിപാടികൾ വന്നിരുന്നു. അതിൻ്റെ ഒക്കെ മുമ്പ് ഒരു 20 കൊല്ലം മുമ്പ് ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. അന്നും മഹാനവരുടെയും അവരെ മക്കളുടെയും പേരമക്കളെയും വരെ പോയി സിയാറത്ത് ചെയ്തു. ഇന്നും അൽഹംദുലില്ലാഹ് ഉള്ള ആരോഗ്യമനുസരിച്ച് അവിടെയൊക്കെ പോയി. നാളെ രാവിലെ തന്നെ നാട്ടിലേക്ക് പോകണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ അവരുടെ ലോകം തന്നെ നാം കാണുന്ന ഈ ലോകമല്ല.
ഇതിന്റെ അപ്പുറം ഒരു ലോകമുണ്ട്. അത് മനസ്സിലാക്കണമെങ്കിൽ മഹാന്മാരായ ഔലിയാക്കളെ വഴിയെക്കുറിച്ച് ഒരു ചെറിയ അറിവെങ്കിലും വേണം. ഒന്നുമില്ലാത്തവരോട് പറഞ്ഞിട്ട് എന്ത് കാര്യം? ഔലിയാക്കൾ എന്ന് പറഞ്ഞൊരു പ്രത്യേക വിഭാഗം ഇല്ല. എല്ലാവരും ഒരുപോലെ എന്ന് കാണുന്നവരോട്, ആ കാഴ്ചപ്പാടുകാരോട് ആയത്തും ഹദീസും എന്ത് വേദം ഓതിയിട്ടും കാര്യമില്ല. അന്നാസു അഅദാഉ മാ ജഹിലു. ജനങ്ങൾ ഏത് വിഷയത്തെക്കുറിച്ച് അജ്ഞരാണ്, അറിയില്ലേ, അത് അവർ നിഷേധിക്കും. അതിന് ശത്രുക്കളാവുക. അത് സ്വഭാവമാണ്. എന്നാൽ ഔലിയാവിന്റെ ലോകം നാം കാണുന്ന ഈ പ്രപഞ്ചത്തെക്കാൾ എത്രയോ വിശാലമായ ഒരു ലോകമാണ്. ആ ലോകത്താണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മഹത്തുക്കളായ പണ്ഡിതന്മാർ പറയുന്നത് കാണാം. അത് ഏതെങ്കിലും ഒരു മദ്ഹബിന്റെ അഭിപ്രായം അല്ല. ഷാഫികളും ഹനഫികളും ഹംബലികളും മാലിക്കുകളും ഒക്കെ ഔലിയാവിനെ സംബന്ധിച്ച് പറയുമ്പോൾ അവർ പറയുന്നത്, ഈ ബാഹ്യലോകത്ത് ബാഹ്യമായ ഭരണം നടത്താൻ ബാഹ്യമായ രീതിയിലുള്ള ചില സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനം അനുസരിച്ചാണ് ഓരോ രാഷ്ട്രത്തിനും ആ രാഷ്ട്രത്തിനൊരു ഭരണം, അതിന് ഭരണ സംവിധാനമുണ്ട്. ഓരോ സ്റ്റേറ്റുകൾക്കും വേറെ ഉണ്ട്. ആ സ്റ്റേറ്റുകളുടെ കീഴിൽ ഉള്ള ജില്ലകൾ, അതിന് വേറെ ഉണ്ട്. അങ്ങനെ ഇങ്ങോട്ട് പോന്നാൽ രാഷ്ട്രം തൊട്ട് പഞ്ചായത്ത് വരെ, പഞ്ചായത്തിന്റെ ഓരോ വാർഡുകൾ വരെ ഭരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ബാഹ്യമായ ഭരണമാണ്. ആ ഭരണത്തിൽ അവരുടെ ചിന്താമണ്ഡലത്തിലും അവരുടെ കഴിവിലും അവരുടെ കാഴ്ചപ്പാടുകളിലും ഒതുങ്ങിയത് മാത്രമേ അവർക്ക് ചെയ്യാനാവൂ. അതിനപ്പുറം ഒന്നും ചെയ്യാൻ കഴിയില്ല. അതാണ് ആ സംവിധാനം. അല്ലേ? നമ്മുടെ കേരളക്കരയിൽ ഇപ്പോ കഴിഞ്ഞ വർഷവും ഈ വർഷമൊക്കെ ജലപ്രളയം ഉണ്ടായി. കണ്ടമാനം ആളുകൾ മരിച്ചുപോയി. കണ്ടമാനം വീടുകൾ പൊളിഞ്ഞുപോയി. ചില രാജ്യങ്ങൾ തന്നെ ലോകത്ത് നിന്ന് ഉന്മൂലനം ചെയ്യപ്പെട്ടു. ചില മഹല്ലുകൾ. മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ പ്രദേശത്ത് ഉരുൾപൊട്ടൽ കഴിഞ്ഞ് എല്ലാ പ്രസ്ഥാനത്തിനും നേതാക്കളും സന്ദർശനം എത്തി. ആ കൂട്ടത്തിൽ വിനീതനായ ഞാനും സന്ദർശിക്കാൻ പോയി. അവിടെ ചെന്നപ്പോൾ ഒരു മലഞ്ചെറിയിൽ ഉണ്ടായിരുന്ന ഒരു മഹൽ ഒന്നാകെ ഒലിച്ചുപോയി. ഉരുൾപൊട്ടി ഒന്നിച്ചുപോയി. അതിലൊരു വീട് പോലും ഇല്ല. ഒരു മലന്റെ ഒരു സൈഡ് ഒന്നാകെ പൊളിഞ്ഞ് ഒലിച്ചങ്ങോട്ട് വരാം. ആർക്ക് എന്ത് ചെയ്യാൻ കഴിയും? അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല
എന്തെല്ലാം കാല മുസീബത്തുകൾ ഓരോ കാലത്ത് വെച്ചിട്ടുണ്ടോ ആ മുസീബത്തുകളിൽ നിന്ന് തട്ടിക്കളയാൻ ഒരു ഭരണ സംവിധാനത്തിനും കഴിയില്ല, സാധ്യമല്ല. അത് ഭരണത്തിന്റെ മോശമായി പറയാൻ പറ്റുകയും ഇല്ല. ഇതിൻ്റെ ഒരു സ്വഭാവമാണ്. ആരാ ഭരിക്കുന്നത്? അപ്പൊ അന്ന് എന്ത് പ്രതിഭാസമുണ്ടായാലും പ്രതിസന്ധി ഉണ്ടായാലും അതെല്ലാം ഭരണത്തിന്റെ പരിധിയിൽ വെച്ചു അവര് ഭരിച്ചുകൊണ്ടാകുന്നു. എന്നാ ഈ പറയുന്നവര് ഭരിക്കുകയാണെങ്കിൽ അതിലൊന്നും ചെയ്യാൻ കഴിയും? കാലയെക്കുറിച്ച് അറിയാൻ കഴിയും. അറിഞ്ഞിട്ട് വേണ്ടേ അതിന് മുൻകരുതലുകൾ നടത്താൻ. എന്നാൽ കാലയെക്കുറിച്ച് അറിഞ്ഞാൽ തന്നെ മുൻകരുതൽ നടത്താൻ എന്തിന് കഴിയും? എന്ത് ചെയ്യാൻ കഴിയും? അതാണ് നമ്മുടെ എല്ലാ ഭരണ സംവിധാനങ്ങളും നമ്മുടെ കഴിവ് കാഴ്ചപ്പാട് ഒക്കെ അനുസരിച്ച് ചെയ്യുമ്പോൾ തന്നെയും അത് പൂർണ്ണമാകില്ല. എന്നാൽ അതിന്റെ അപ്പുറത്തൊരു ഭരണം, ആ ഭരണം നമ്മൾ നോക്കിയാൽ കാണില്ല. എപ്പോഴും നമ്മുടെ ദൃഷ്ടിയിൽ പെടാത്തൊന്ന് അപ്പുറമുണ്ടല്ലോ. ഞാൻ പഠിക്കുന്ന കാലത്ത് 4ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ ഒരു പാഠമുണ്ട്. കണ്ണുണ്ടായാൽ പോരാ, കാണണം എന്നാണ് ആ പാഠത്തിന്റെ പേര്. ഹെഡിങ് അതാ, കണ്ണുണ്ടായാൽ പോരാ, കാണണം. അപ്പൊ അവർ ഉദ്ദേശിച്ചത് നമ്മുടെ ഈ കണ്ണുണ്ട്, അതുകൊണ്ടുള്ള കാഴ്ചയുണ്ട്, അത് പോരാ, ഒരു ഉൾക്കാഴ്ച വേറെ ഉണ്ട്, അതുണ്ടാകണം. എന്നെങ്കിലേ കാര്യങ്ങൾ വിലയിരുത്താനും മനസ്സിലാക്കാനും കഴിയുള്ളൂ എന്നാണ് ആ പാഠത്തിന്റെ അകത്ത്. അതുകൊണ്ട് ആ കണ്ണിന്റെ കാഴ്ചക്ക് ബസർ എന്നാണ് അറബിയിൽ പറയുന്നത്. ആ ഉൾക്കാഴ്ച എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഖൽബിന്റെ കാഴ്ച, അതിന് ബസീറത്ത് എന്നാ പറയാ, ഉൾക്കാഴ്ച. കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടാൽ അമ എന്ന് പറയും, കുരുട്, അമ അന്ധൻ, കുരുടൻ. ഉൾക്കാഴ്ച നഷ്ടപ്പെട്ട ആൾക്ക് പറയൽ അമഹ് സംഭവിച്ചു അദ്ദേഹത്തിന് എന്നാണ്. അതാണ് അമയും അമഹും വ്യത്യാസമുണ്ട്. അമ എന്ന് പറഞ്ഞാൽ കണ്ണിന്റെ കാഴ്ച പോയി, കുരുടായി. അമഹ് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ അവന്റെ ഖൽബിന് കാഴ്ചയില്ല, ഒരു സംഗതിയും കണ്ടെത്താൻ മനസ്സിലാക്കിയെടുക്കാൻ ഉള്ള കാഴ്ചപ്പാടില്ല എന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആ കാഴ്ച ഉള്ളവർക്ക് ഔലിയാവിന്റെ ഭരണ സംവിധാനം തന്നെ മനസ്സിലാക്കും. ഖുർആൻ തന്നെ പറഞ്ഞു, ഫൽ മുദബ്ബിറാത്തി അംറാ. പരിശുദ്ധ ഖുർആന്റെ വാക്ക്. കാര്യങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന അർവാഹിനെ തന്നെയാണ് സത്യം. ചില ആത്മാക്കളെ സംബന്ധിച്ചാണ് അല്ലാഹു തആല പറഞ്ഞതെന്ന് ഇമാം ഫഖറുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ വലിയ വ്യാഖ്യാനം, ഖുർആൻ വ്യാഖ്യാനമാണ് മഫാത്തിഹുൽ ഗൈബ് എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞു കാണാം. അല്ലാഹുവിന്റെ ഔലിയാകളിലെ വലിയ കൂട്ടം അവരാണ് ഇവിടുത്തെ കാര്യങ്ങൾ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ആത്മീയമായ രീതി, അത് ആന്തരികമായ രീതിയാണ്, ബാഹ്യ രീതിയല്ല. അപ്പൊ ബാഹ്യ രീതിയിൽ എന്തൊക്കെ സംവിധാനം നടന്നാലും ആന്തരികമായി അറിയുന്നവർ അതിന്റെ കാര്യം പറയും. ഇന്നൊരു സംഗതി ഇന്ന കാലത്ത് ഇന്ന സമയത്ത് ഉണ്ടാവും.
അതവർ പറഞ്ഞാൽ പിന്നെ ആര് എന്ത് ഭരണ സംവിധാനം ഉപയോഗിച്ച് അത് വരാതിരിക്കാൻ ശ്രമിച്ചാലും അത് വരാതിരിക്കില്ല. അത് നടന്നുപോയി, അവരുടെ തീരുമാനമാണ്. അതുകൊണ്ടല്ലേ ഔലിയാക്കന്മാരുടെ ഗ്രന്ഥങ്ങളിൽ കാണും, ചില മഹാന്മാരോട് രോഗം ഉണ്ടാവുമ്പോ ശിഫക്ക് വേണ്ടി ദുആ ചെയ്യിപ്പിക്കാൻ പോകും. നമ്മളൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ ദുആ ചെയ്യിക്കാൻ പോയാൽ അവർ ദുആർക്കില്ല, രോഗം മാറാൻ ദുആ ചെയ്യും. പിന്നെന്താ പറയാ, അല്ലാഹു തആല ഈമാൻ സലാമത്തായി കൊടുക്കട്ടെ എന്ന് പറയും. അല്ലെങ്കിൽ അവരെയും നമ്മളെയും അല്ലാഹു സ്വർഗത്തിൽ ഉപയോഗിച്ച് കൂട്ടട്ടെ എന്ന് പറയും. അപ്പൊ ഇന്ന് മനസ്സിലാക്കുക, രോഗത്തും ശിഫയാവൂല എന്നാണ് അർത്ഥം. രോഗം ശിഫയാക്കട്ടെ എന്ന് അവർ ദുആ ചെയ്യൂല. കാരണം എന്താണ്, ഈ രണ്ട് ഭരണവും തമ്മിലുള്ള വ്യത്യാസം അവിടെയാണ്. അള്ളാഹുവിന്റെ ഫൈനൽ തീരുമാനം അറിഞ്ഞവരാണ് ഈ പറഞ്ഞു കൊടുത്തത്. അള്ളാഹുവിന്റെ ഫൈനൽ തീരുമാനം എന്ത് എന്ന് അറിയാത്തവരാണ് നാം പറഞ്ഞ ഭൗതിക ഭരണത്തിന്റെ ആളുകൾ. അവർക്ക് അള്ളാഹു ഇവിടെ എന്ത് തീരുമാനിച്ചു നിശ്ചയിച്ചു എന്നറിയില്ല, ഇവർക്കത് അറിയില്ല. അതുകൊണ്ട് അള്ളാഹു കൃത്യമായി ഫൈനലായി തീരുമാനിച്ച ഒരു കാര്യമാണെങ്കിൽ അതിനെതിരിൽ അവർ ദുആ ചെയ്യൂല. കാരണം അവർ ദ്വാരന്നിട്ട് ഫലം ഉണ്ടായില്ല എന്ന് വരും, അത് വരാതെക്കാൻ പാടില്ല. അപ്പൊ അള്ളാഹു ഒരു നാവിനെ പിടിച്ചു നോക്കും. ഇദാ ഖലല്ലാഹു അംറൻ മുബ്റമൻ അംസകല്ലാഹു ലിസാന ഔലിയാഇഹി. അഹ്മദ് സ്വാവി റഹ്മത്തുള്ളാഹി അലൈഹി അൽ ആരിഫു ബില്ലാഹ്, അല്ലാഹുവിനെ കൊണ്ട് വലിയ മഅരിഫത്തുള്ള ആരിഫാണ്. അദ്ദേഹം പറഞ്ഞു, അല്ലാഹു തആല ഒരു കാര്യം ഫൈനലായി തീരുമാനിച്ചാൽ അംസകല്ലാഹു ലിസാന ഔലിയാഇഹി, അവന്റെ ഔലിയാക്കന്മാരെ നാവിനെ അവൻ പിടിച്ചു. എന്താ, അവർ ദ്വാരക്കൂല. ദ്വാരന്നാൽ ആ ദ്വാരക്ക് എതിരില്ല അവിടെ നടക്കുക, അത് ഉറപ്പാ. കാരണം അള്ളാഹുവിന്റെ ഫൈനൽ തീരുമാനമാണ്. അപ്പൊ അള്ളാഹു തആല അവന്റെ വലിയനെ വില വെച്ചില്ല എന്ന് ജനങ്ങളിൽ കരുതിപ്പോയില്ലേ, അത് വരാതിരിക്കാൻ വേണ്ടി അവർ ദ്വാരക്കൂല. അതാണ് ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ജീവിച്ചിരുന്ന കാലത്ത് അന്ന് ജീവിച്ച മഹദിയാണ് നഫീസത്തുൽ മിസ്രിയ. രണ്ടാളും റസൂലുള്ളാഹിന്റെ കുടുംബക്കാരാണ്. നഫീസത്തുൽ മിസ്രിയ വലിയ അറിയപ്പെട്ട വലിയത്താണ്, സ്വാലിഹത്താണ്. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു അറിയപ്പെട്ട വലിയ ആലിമും ആണ്. ഷാഫി ഇമാമിന് എന്ത് പ്രയാസം ഉണ്ടാകുമ്പോഴും നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹയുടെ അരികിലേക്ക് ദ്വാരപ്പിക്കാൻ ആളെ പറഞ്ഞേക്കൽ സാധാരണയാണ്. അപ്പൊ ദ്വാരം കൊടുക്കലുണ്ട്. പക്ഷേ ഒരു ദിവസം ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനോട് അങ്ങേയറ്റത്തെ വിദ്വേഷമുള്ള, അസൂയയുള്ള ഒരാളുണ്ടായി. അസ്ഹാബ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അസ്ഹാബ്. അദ്ദേഹം ഇമാം ഷാഫി തങ്ങളോടുള്ള വിരോധം അയാൾക്ക് അസഹ്യമായി, സഹിക്കാൻ കഴിയാതെ. അപ്പൊ അദ്ദേഹം അക്കാലത്ത് നമ്മളിപ്പിന്ന് മില്ലിൽ പോയിട്ട് തേങ്ങ ആട്ടിച്ച് എണ്ണെടുക്കും. അക്കാലത്ത് മില്ലും കറണ്ടൊന്നുമില്ല, വൈദ്യുതി ഇല്ലാത്ത കാലല്ല. അന്ന് ചക്ക് എന്ന് പറഞ്ഞിട്ടൊരു സംവിധാനമാണ്. നമ്മളെ ആടുകൾ കേരളത്തൊക്കെ ഉണ്ടായിരുന്നു, ഇവിടെ ഉണ്ടായി കാണും. പഴയ ആളുകൾക്ക് അറിയാം ചിലപ്പോൾ. ഇതിന് വൈദ്യുതിയും കറണ്ടൊന്നും വേണ്ട. ചക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉരല് പോലെ വലിയ സാധനം, അതിനേക്കാൾ വലുപ്പം.
അതിൽ എള്ള് തേങ്ങ ഒക്കെ ഇട്ട് തേങ്ങ പൊളിച്ച് അത് കൊപ്രയാക്കിയെടുത്ത് കൊപ്ര പിന്നെ കഷ്ണിച്ച് അത് ഇതിലിടും. എന്നിട്ട് ഉരലിൽ നമ്മൾ ഇടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒലക്ക പോലെ അതിനേക്കാൾ വണ്ണം കൂടി ഇത്ര വണ്ണം വരും. ശക്കിൻ കണ എന്നതിന് പറയും. അതുപയോഗിച്ച് അതതിലിട്ട് തിരിക്കലാണ്. തിരിക്കാൻ നമുക്ക് തിരിക്കാൻ കഴിയില്ല, തിരിയൂല്ല. അപ്പൊ കന്നുകാലികളെ വെച്ചാണ് തിരിക്കാനുള്ള സംവിധാനം. ചക്കിന്റെ ചുറ്റും ഇങ്ങനെ നടത്തിക്കും. അപ്പൊ ഇതതിന്റെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ തിരിയും. അങ്ങനെ എള്ളിൽ നിന്ന് നാളികേരത്തിൽ നിന്നും ഒക്കെയുള്ള എണ്ണ ആ ചക്കിന്റെ ഉള്ളിൽ നിന്നൊരു ട്യൂബ്, ഒരു കുഴല് പുറത്തേക്ക് വെച്ച് അതിൽ കൂടെ ഇങ്ങനെ വന്ന് ചാടും. അതാണ് അതിന്റെ പണി. ആ ചക്കിന്റെ കണ ഒലക്കയേക്കാൾ ഖനമുള്ള വെയിറ്റുള്ള വസ്തു അത് എടുത്ത് ഇമാം ഷാഫി തങ്ങളെ തലയിട്ടു. അങ്ങനെ ഇമാം ഷാഫി തങ്ങളുടെ തലക്ക് വലിയ മുറിവേറ്റ് വളരെ വേദന സഹിക്കാൻ കഴിയാത്ത വേദനയായി. അന്നത്തെ ചുട്ടുവിദ്യകളൊക്കെ നടത്തി നോക്കി, പക്ഷേ ഒരു ശമനവുമില്ല. അപ്പൊ നഫീസത്തുൽ മിസ്രിയായുടെ അരികിലേക്ക് ദ്വാരക്കാൻ വേണ്ടി ഇമാമുന ശാഫി റളിയല്ലാഹു അൻഹു ഒരാളെ പറഞ്ഞയച്ചു. ചെന്നപ്പോ നഫീസത്തുൽ മിസ്രിയ പറഞ്ഞു, രോഗം ശിഫാകട്ടെ എന്നല്ല പറഞ്ഞു. പിന്നെന്താ പറഞ്ഞത്? ഇമാം ഷാഫി തങ്ങൾക്ക് അല്ലാഹു തആല അവന്റെ ലിഖാഇനെ കൊടുക്കട്ടെ. സ്വർഗീയമായ ആസ്വാദനങ്ങളിൽ വർണ്ണിക്കാൻ കഴിയാത്ത അങ്ങേയറ്റത്തെ ആസ്വാദനമാണ് നമ്മളെ പടച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന ലോക സൃഷ്ടാവായ റബ്ബിനെ ഒരു നോക്ക് കാണുക എന്ന്. അതാണ് സ്വർഗത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ സംഗതി. സ്വർഗത്തിൽ കുറെ നല്ല ഭക്ഷണമുണ്ട്, അതല്ല. പാനീയങ്ങളുണ്ട്, അതല്ല. കണ്ണൻ ചിപ്പിക്കുന്ന പെൺകുട്ടികളുണ്ട്, അവരെ കൊണ്ട് സല്ലപിക്കലും ആസ്വാദനമെടുക്കലും അല്ല. അതിന്റെ അപ്പുറം അങ്ങേയറ്റത്തെ ആസ്വാദനം അല്ലാഹുവിനെ കാണുന്നതിലാണ്. അതിലെന്ത്? അത് എന്താണെന്ന് മനസ്സിലാക്കാത്തവർക്ക് അതിലൊന്നും കാണാൻ കഴിയില്ല, അല്ലേ? ലോകാത്ഭുതങ്ങളിൽപ്പെട്ട ഒരത്ഭുതമാണ് നമ്മുടെ വടക്കേ ഇന്ത്യയിൽ ആഗ്രയിൽ ഉള്ള താജ്മഹൽ. ലോകാത്ഭുതങ്ങളിലാണ്. ഇന്ത്യയിലെ അത്ഭുതത്തിലല്ല, ലോകാത്ഭുതങ്ങളിലാണ്. ഇപ്പൊ നാളെ അജ്മീർക്ക് കുറെ ആളുകൾ പോയി വന്നു. പേരിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, 5000 രൂപയാണ് നമ്മുടെ അരികളിൽ നിന്ന് അദ്ദേഹം വാങ്ങിയത്, ഇവിടക്കൊന്ന് പോയി കണ്ടുവരാൻ. ഇപ്പൊ ലോകാത്ഭുത എന്ന് പറഞ്ഞിട്ട് നമ്മള് കെട്ടിടം കണ്ടു, മാർബിളിന്റെ ഒരു കെട്ടിടം. എന്താ പോയി അത്ഭുതം? അപ്പൊ അയാൾക്കതിലൊരത്ഭുതം. അതാണല്ലോ നാടൻ പോയിട്ട് കണ്ട അത് പഠിക്കുന്നവർക്ക് ഒരുപാട് അത്ഭുതങ്ങൾ ഉണ്ട്. ചിന്തിക്കുന്നവർക്ക് അത് ചിന്തിച്ചാൽ തന്നെ അത് എത്ര അത് പറഞ്ഞു നിൽക്കാൻ കഴിയില്ല. അതിന് മാത്രം. അതുകൊണ്ട് വലിയ ചിന്തകന്മാർ അവിടെ വന്ന് അതിനെപ്പറ്റിയുള്ള എല്ലാ നിലക്കുള്ള സംഗതികളും അവർ പഠിച്ച് പോയിട്ട് ചിലപ്പോ ഒരു PhD എഴുതിയത് ആ ഒറ്റ സംഗതിയാണ്. അങ്ങനെ അദ്ദേഹം വലിയ ഡോക്ടറായി. എന്തേ വിഷയം? നമ്മളെ തീപ്പെട്ടിമ കാണുന്ന താജ്മഹലിനെ പറ്റി എഴുതിയത. പക്ഷെ അയാൾ എഴുതിയപ്പോ ധാരാളം എഴുതാനുണ്ട്. ഈ അജ്മീർ പോയാൾ കണ്ടുവന്നപ്പോ അതൊരു കെട്ടിടം, മാർബിളിന്റെ കെട്ടിടം. നമ്മളിവിടെ
പല കെട്ടുകൊണ്ടാക്കും, കല്ലുകൊണ്ടൊക്കെ ഉണ്ടാക്കും, പിന്നെ മാർബിളിന് മേലെ ഒട്ടിക്കും. ഇത് കല്ലിന്റെ അതിന്റെ കല്ല് തന്നെ മാർബിളാണ്. അത്രയും വ്യത്യാസം അയാൾ. ഇതാ ഞാൻ പറയും. അപ്പൊ അല്ലാഹുവിന്റെ ലിഖാഹ് എന്ന് പറഞ്ഞാൽ എന്താ എന്ന് അറിയുന്നവർക്കല്ലേ അതിന്റെ ലദ്ദത്ത് ആസ്വാദനം തിരിയുള്ളൂ. ചെറിയ കുട്ടിയോട് പെണ്ണ് കെട്ടിയ ഒരാൾ അവൻ ഭാര്യയുമായി സല്ലപിക്കുന്നതിന്റെ ആസ്വാദനം പറഞ്ഞാൽ ചെറിയ കുട്ടിക്ക് എന്ത് ചെയ്യാൻ? അവന് മിഠായി തിന്നുന്ന ഒരു ലദ്ദത്ത് പോലും. ഇതാണ് അല്ലാഹുവിന്റെ ലിഖാഹിനെ കുറിച്ചും സ്വർഗത്തെ കുറിച്ചും ഒക്കെ ജാഹിലിയങ്ങളോട് പറഞ്ഞാലുള്ള അവസ്ഥ എന്ന് ഗസാലി ഇമാം പറഞ്ഞ ഉദാഹരണം. കുട്ടിയനോട് ജിമാഇന്റെ ലദ്ദത്ത് പറഞ്ഞ കാര്യമുണ്ടോ എന്ന് പറഞ്ഞ പോലെ ഇന്നത്തെ ഭൗതികന്മാരായ ആളുകൾ അവരോട് സ്വർഗം പറഞ്ഞിട്ട് ഒരു ജാമിദാറിനുള്ള പേരുള്ളത്. ജമാഅത്ത് എന്ന് പറഞ്ഞാൽ തന്നെ അതിനർത്ഥം ഹയാത്ത് ആദ്യമേ ഇല്ല. അങ്ങനത്തെ എന്ത് പറയാ? ജമാഅത്ത്. സസ്യ വസ്തുക്കൾക്ക് ജമാഅത്ത് എന്ന് പറയില്ല. അത് ജിസ്മുൽ നാമി എന്നാണ്, വളർച്ചയുള്ള തടിയാണ്. ജീവവസ്തുക്കൾക്ക് അതിനും പറയില്ല. അത് ജിസ്മുൻ നാമി ഹസ്സാസ് എന്ന് പറയും. ജമാഅത്ത് എന്ന് പറഞ്ഞാൽ അതിന് യാതൊരു തരത്തിലുള്ള ഒരു ഹർക്കത്തും ചലനവും ഒരു സംഗതിയില്ല. ഒരു തരത്തിലുള്ള റൂഹും ആത്മാവും അതിനില്ല. അങ്ങനത്തെ അവള് ടീച്ചറായ പിന്നെന്തായാലും പോലെ. എന്നിട്ടിപ്പോ ഒരു സ്ഥലത്ത് ഒരു പള്ളിയിൽ ജുമാ ഖുത്ബ ജാമിദ ടീച്ചർ ഖത്തീബത്തായി ജുമാ. അങ്ങനെ ജാമിദ ടീച്ചറാണ് ഇമാമത്ത്. അവളെ പുറകിൽ പിന്നിൽ കുറെ ഹംസുകൾ നാടന്മാര് മൗമൂങ്ങളായിട്ടുണ്ട്. ഞാൻ പറയാ അതാണ് ഈ സാധനം. അവളൊരു വോയിസ് വെച്ചപ്പോ കഴിഞ്ഞ എന്തായാലും പറയുന്നത്, ഞാനിപ്പോ എന്തായാലും നരകത്തൊക്കെ പോകും. പരിഹസിക്കാണ്. നരകത്ത് ചെന്നാ എന്നെ പോലെ എത്ര ആളുകളുണ്ടാവും? അവിടെ പല താരങ്ങളുണ്ടാവും, സിനിമാ താരങ്ങൾ ഇവർക്കുണ്ടാവും. അപ്പൊ ഞാൻ മാത്രമാവില്ല, അവരെല്ലാം കൂടി ഉള്ളതുകൊണ്ട് നരകത്തിൽ ഞങ്ങൾ അതൊരു ആഹ്ലാദമാക്കി മാറ്റും. ഇവിടെ എന്തായി നരകം എന്ന് പറഞ്ഞ മനസ്സിലായി? കണ്ടു വന്നമായിരുന്നു. അതൊരു ആഹ്ലാദമാക്കി മാറ്റും. ഞാൻ അവളെ കഥ പറഞ്ഞല്ല, മൊത്തം ഇസ്ലാമിനെ കുറിച്ച് അറിയാത്തവരുടെ അവസ്ഥ അതാണ്. അപ്പൊ ഏതായിരുന്നാലും നമ്മുടെ വിഷയത്തിലേക്ക് പോവാം. ഇമാമുന ശാഫി റളിയല്ലാഹു അൻഹുവിന് അല്ലാഹു ലിഖാഹ് കൊടുക്കട്ടെ എന്ന ദുആയാണ് നഫീസ റളിയല്ലാഹു അൻഹ ദ്വാരപ്പിക്കാൻ പറഞ്ഞയച്ച ആള് തിരിച്ചു വന്നിട്ട് ഇമാം ഷാഫി തങ്ങള് കൂട് പറഞ്ഞു, ഇങ്ങനെയാണ് അവിടുന്ന് പറഞ്ഞത്, അല്ലാഹു അവിടുത്തെ ലിഖാഹിനെ കൊടുക്കട്ടെ എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞു, ഞാൻ ഈ ലോകത്തിൽ മരിക്കും എന്നാണ് പറഞ്ഞത്. എന്റെ അസുഖം സുഖപ്പെടാൻ അവിടുന്ന് ദ്വാരന്നിട്ടില്ലല്ലോ, മരിച്ചിട്ടല്ലേ ലിഖാഹ്. അപ്പൊ ഞാൻ ഈ ലോകത്തിൽ മരിക്കും ഉറപ്പാണ് എന്നാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഈ മറുപടി കിട്ടിയപ്പോൾ മനസ്സിലാക്കി. അതാണ് അത് അവർക്ക് മനസ്സിലാവുള്ളൂ. എന്റെ ഒരു അനുഭവം ബഹുമാനപ്പെട്ട താജുല്ലയോടൊപ്പം പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവർക്ക്
പിന്നെ വടകര മമതാജ് തങ്ങളെ ഒന്ന് നേരെ അപ്പൊ എന്റെ ജ്യേഷ്ഠന് തീർച്ചയില്ല, വളരെ പ്രയാസത്തിലാണ്. അപ്പോ അവിടുത്തെ രോഗ ശിവക്ക് വേണ്ടി ഇവിടുന്ന് എടുത്ത പാട് എന്നോട് പറഞ്ഞു, അള്ളാഹു ഈമാൻ സലാമത്തായി. ഞാൻ അപ്പൊ തന്നെ ഷാഫി ഇമാമിന്റെ കഥ വായിച്ച ഓർമ്മയിട്ടുണ്ട്. ഇത് മാറൂല എന്നാണ് ഇപ്പൊ അതിന്റെ മായന. രോഗം ശിഫാക്കട്ടെ എന്ന് പറഞ്ഞില്ല, പിന്നെയും ആവർത്തിച്ച് അത് തന്നെ പറഞ്ഞു, ഈമാൻ സലാമത്താകട്ടെ. അതാ ദുആ. പറഞ്ഞ പോലെ 4-ാം ദിവസം അല്ലാഹു തആല ആഖിറം വെച്ചേക്കും. ഇതാണ് അവരുടെ അവസ്ഥ. അവർക്കറിയാം ഈ വിഷയത്തിൽ അല്ലാഹുവിന്റെ തീരുമാനം എന്ത് എന്ന് അവർക്കറിയാം. ഈ രോഗം മാറൂല, ഇതിൽ മരിക്കും എന്നവർ കണ്ടാൽ പിന്നെ അവർ ദ്വാരക്കൂല. അപ്പം മരിച്ചിട്ടുള്ള സംഗതി ഷാഫി ഇമാമിന് വേണ്ടി ദ്വാരക്കാൻ പറഞ്ഞപ്പോൾ ഇഖാദിനെ കൊടുക്കട്ടെ എന്നല്ലേ എന്ന പോലെ എന്റെ ജേട്ടന്റെ അസുഖം പറഞ്ഞപ്പോ രോഗം ശിഫാവട്ടെ എന്നല്ല പറഞ്ഞു, ഈമാൻ സലാമത്തായി കൊടുക്കട്ടെ എന്നാണ്. ഇതാണ് ഔലിയാക്കന്മാരുടെ അവസ്ഥ. അവർക്ക് എന്താ നടക്കാൻ പോകുന്നു, ഇവിടെ എന്താ നടക്കുക അതവർക്ക് അറിയാം. അല്ലാഹു തആല ഫൈനൽ തീരുമാനിച്ചൊരു വിഷയമാണെങ്കിൽ ആ വിഷയം നടക്കും. അത് പിന്നെ ആരെന്ത് ചെയ്തിട്ടും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പന്നാളൊരു വോയിസ് കേട്ടു, ഒരു യുക്തിവാദി എന്താണ് നിങ്ങളെ ഈ പടച്ചോന് ദൈവത്തിന് ഒരു കരുണയില്ലല്ലോ, തീരെ കാരുണ്യം കാണിക്കാത്ത ദൈവമാണോ ലോകത്തെ പഠിച്ച ദൈവം? കാരണം ഒരു ജലപ്രളയം കൊണ്ട് എത്ര കെടുതികൾ, നാശങ്ങൾ, നഷ്ടങ്ങൾ, കോടിക്കണക്കിന് നഷ്ടങ്ങൾ വന്നു. ഈ പൈസക്ക് ഉണ്ടാക്കാനുള്ള അധ്വാനം എത്രയാണ്? ഇതൊക്കെ ഈ പടച്ചോനെ അറിയുമെങ്കിൽ ഇത് മുഴുവൻ നാശനഷ്ടങ്ങൾ നടത്തിയ ഈ പടച്ചോൻ എന്ത് കാര്യമാണ്? പിന്നെ നിങ്ങൾ റഹ്മാനാണ്, റഹീമാണ്, അതിന്റെ അർത്ഥം പറഞ്ഞു നോക്കുമ്പോ വലിയ കരുണ ചെയ്യുന്ന ആളാണ്. എന്തേ ഒരു കണ്ണുചോരയില്ലായിരുന്നു? കാരണം കഴിഞ്ഞൊല്ലും വെള്ളപ്പൊക്കം ഉണ്ടായി, ഈ കൊല്ലം ഉണ്ടായി, പല സ്ഥലത്തും വലിയ പ്രശ്നങ്ങൾ. അപ്പൊ അവരെ ചോദ്യം, അപ്പൊ ലോകത്ത് ഇങ്ങനത്തെ കെടുതികൾ എപ്പോഴെങ്കിലും ഉണ്ടാവും. അതിന്റെ മറുവശം അവർ നോക്കിയിട്ടില്ല. ലോകത്ത് അല്ലാഹു ചെയ്തുകൊണ്ടിരിക്കുന്ന നിഅമത്തുകൾ അതുകൊണ്ട് അപേക്ഷിക്കുമ്പോ അതിന്റെ 1000-ൽ 10,000-ൽ ലക്ഷത്തിൽ ഒരു ഭാഗം ഇതില്ല, ഇത് ചെറുതാ. അപ്പൊ അല്ലാഹു തആല അങ്ങേയറ്റത്തെ ക്ഷേമം ചിലപ്പോൾ, അങ്ങേയറ്റത്തെ ക്ഷാമവും തരും. ഇത് രണ്ടും ഒരേ റബ്ബ് കൊടുക്കും. അത് റബ്ബ് രണ്ടും ചെയ്തത് പരീക്ഷണത്തിനാണ്. ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആനിലൂടെയും അല്ലാതെയും നമ്മൾ അറിയിച്ചു. വലനബലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖസിൻ മിനൽ അംവാലി വൽ അൻഫുസി വസമറാത്ത് വബശ്ശിരിസ് സാബിരീൻ. നിശ്ചയം ഞാൻ നിങ്ങളൊരു പരീക്ഷണം നടത്തും. വലനബലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ, നിങ്ങൾക്ക് സഹിക്കാൻ കഴിയാത്ത, താങ്ങാൻ കഴിയാത്ത വലിയ ഭയം ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ അല്ലാഹു തരും. അത് നിങ്ങൾക്ക് പരീക്ഷണമാണ്.
ചിലപ്പോൾ നിങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത വിശപ്പ് അനുഭവിക്കേണ്ടി വരും. കാരണം നമ്മളൊക്കെ സുഖമായി ജീവിക്കുന്നു. അതെന്താ? എല്ലാ രാജ്യങ്ങളും പരസ്പരം സഹായിക്കുന്നതുകൊണ്ടാണ്. നമ്മളെ രാജ്യത്ത് ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ മാത്രം വെച്ച് ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് വസ്തുക്കൾ നമുക്ക് അന്യ രാഷ്ട്രങ്ങളിൽ നിന്ന് അന്യ രാജ്യങ്ങളിൽ നിന്ന് കിട്ടേണ്ടതാണ്. അങ്ങനല്ലേ? അരി വരെ ഇപ്പൊ ഇവിടെ തന്നെ ഇല്ല, കണ്ടോ? അപ്പൊ അരി പുറത്ത് വരണ്ടേ? അങ്ങനെ എല്ലാ സാധനവും നമ്മളെ നാടുകളിൽ നോക്കിയാൽ അവിടെ അങ്ങനെ തന്നെ ഇപ്പൊ കൃഷിയില്ല. ആരും കൃഷി ചെയ്യണമില്ല. പാടം വെറുതെ അങ്ങനെ ചിരിച്ചു കിടക്കുക. ഇഷ്ടംപോലെ പാടമൊക്കെ ഉണ്ട്, വയലുണ്ട്, പക്ഷെ കൃഷി നടത്തിയാൽ ആ കൃഷിയിൽ നിന്ന് കിട്ടിയ നെല്ലിന്റെ വിലയും കൃഷിക്ക് വേണ്ടി ചെലവാക്കിയ പണം നോക്കിയാൽ ചെലവാക്കിയ പണം. അപ്പൊ കൃഷി വേണ്ടെന്ന് വെച്ചു. ലോകത്തെല്ലാരും തീരുമാനിച്ചാ പിന്നെ എന്താ തിന്ന? അപ്പൊ നമ്മൾ വേറെ ഏതോ രാജ്യക്കാര് കൃഷി നടത്തുന്നത് അവിടുന്ന് അരി കിട്ടുകയാണ്. പാലക്കാട് ജില്ലയിൽ നിന്ന് കിട്ടുന്നു, അല്ലെങ്കിൽ ആന്ധ്ര സ്റ്റേറ്റിൽ നിന്ന് കിട്ടുന്നു. അങ്ങനെ പല രാജ്യത്തു നിന്നും വരുന്നു. ഇല്ലെങ്കിൽ എന്ത് കാട്ടും? ഒരു വൃത്തിയില്ല. എല്ലാ സംഗതിയും അങ്ങനെ. നമ്മളെ മോട്ടോർ വാഹനങ്ങളൊക്കെ ഓടുന്നു. മോട്ടോറല്ലാത്ത സംഗതി ഇപ്പല്ല. ഇതിന് മുഴുവൻ ഡീസൽ. ഡീസൽ ഒരു തുള്ളി നമ്മളെ അടുത്തുണ്ട്. നമുക്ക് ആവശ്യമായ ഡീസലൊക്കെ അന്യ രാഷ്ട്രങ്ങളുടെ രാജ്യങ്ങളിൽ വരണ്ടേ? ഇങ്ങനെ ഏത് സാധനം അങ്ങനെയാണ്. അപ്പോ ഒരു നാട്ടിന്റെ മേലിൽ ഉപരോധം ഏർപ്പെടുത്തപ്പെട്ടാൽ ആ നാടിന് ജൂഴി തന്നെ, ബെസ്റ്റ് തന്നെ. ഇപ്പൊ കണ്ടോ ഇറാഖില് യുദ്ധമൊക്കെ വരുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യം ഞാൻ അവിടെ പോയി. അന്ന് ഇറാഖിലെ ഒരു ദീനാറിന് UAE-യിലെ 7 ദിർഹം. 7 ദിർഹം ഒരു ദീനാർ. ഇപ്പൊ നാള് ബഹുമാനപ്പെട്ട കാന്തർ ഉസ്താദിന്റെ കൂടെ ഞാനൊന്ന് പോയി. അപ്പൊ ഞങ്ങള് ഒരു സ്ഥലത്തെത്തിയപ്പോ ചായ ഒരാളെ വിളിച്ചിട്ട് നീ ആ ഹോട്ടലിൽ പോയിട്ട് 2 ചായ വാങ്ങിക്കണം. എനിക്ക് ചായ വേണ്ടെന്ന് പറഞ്ഞു. അല്ല, ഒരു ചായ രണ്ടാം കുടിക്കാറുണ്ട്. അപ്പൊ 2 ചായ, കട്ടൻ ചായ മധുരം. ഉസ്താദ് മധുരം ഉപയോഗിക്കില്ല, കുറെ മുമ്പ്. എനിക്ക് ഷുഗറുള്ളതുകൊണ്ട് ഞാനും മധുരം. അപ്പൊ മധുരമില്ലാത്ത വെറും കട്ടൻ ചായ, ചൂടുള്ള വെള്ളവും അതിൽ ലേശം ചായത്തിൽ, അത്ര വേറൊന്നുമില്ല. ഈ 2 ചായ കൊണ്ടുവന്നപ്പോ എത്ര വില? 4000 ദീനാർ. ഒരു കാലിച്ചായക്ക് 2000 ദീനാർ. അപ്പൊ എന്തേ പണ്ടു ഈ ദീനാർ തന്നെയാണ്. അന്ന് ഇറാഖിലെ ഒരു ദീനാർ കൊടുത്താൽ UAE-യിലെ 7 ദിർഹംസ്. 7 ദിർഹംസ് പറഞ്ഞാൽ ഇപ്പൊ നമ്മളെ നാട്ടിലെ 100 രൂപയുടെ മേലെ. അവിടത്തെ 1000 ദീനാറോ, നമ്മളെ ഇറാഖിലെ 1000 ദീനാറ് നമ്മളെ നാട്ടിലെ 1000 ഇന്ത്യൻ രൂപയാണ്. അപ്പൊ എത്ര പോലെ ഇതിന്റെ മൂല്യം താഴ്ന്നു. അവിടേക്ക് എത്തിയത് എപ്പോഴാ?
യുദ്ധത്തില് ഐക്യരാഷ്ട്രസഭ ഇറാഖിന്റെ മേൽ ഉപരോധം ഏർപ്പെടുത്തി. അതല്ലേ ഈ ഉപരോധം ഏർപ്പെടുത്തപ്പെട്ടപ്പോ ആ രാഷ്ട്രത്തിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു. പല നിലക്കും ഒരു അതിനെ തരണം ചെയ്യാനുള്ള മാർഗങ്ങളൊക്കെ ചെയ്തിരുന്നെങ്കിലും കഴിയാതെ വന്നു. അത് കഴിയില്ല. ഞങ്ങൾക്ക് ഞങ്ങളിന് മതി, വേറെ ആരും സഹായമൊന്നും വേണ്ട എന്ന് ആര് വെച്ചാലും അത് നടക്കില്ല. അല്ലേ മുതലാളിമാര് ഞങ്ങൾക്ക് തൊഴിലാളികളൊന്നും വേണ്ട, ഞങ്ങൾ പണമുണ്ട് എന്ന് വെച്ച് ഇവരോടുകൂടെ ഇരുന്നാൽ ഈ തൊഴിലാളികളെ കൂടാതെ അവരെ പണം ഉണ്ടാവും. മുതലാളിമാരെ പോണേ അവരെ അമ്മക്കും വേണ്ട വെച്ചാൽ. അപ്പൊ ലോകം അങ്ങനെയാണ്, പരസ്പരം ആവശ്യപ്പെട്ടുകൊണ്ടാണ് അല്ലാഹു തആല സംവിധാനിച്ചു. അപ്പൊ ഉപരോധം ഏർപ്പെടുത്തപ്പെട്ട വലിയ സംഖ്യ. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ ഒരു ഉപരോധം 1400 വർഷങ്ങൾക്ക് ശേഷം വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടതാണ്. ഖൽബിന്റെ കണ്ണ്, ഈ കണ്ണല്ല. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞൊരു വാക്ക് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. ഇമാം അഹ്മദ് ഹംബലും ആ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്താ ഹദീസിന്റെ വാചകം? വാക്ക് യൂശികു അഹ്ലുൽ ഇറാഖ്, ഇറാഖുകാർക്ക് വരാൻ പോകുന്നു, അടുത്തിരിക്കുന്നു എന്നാ റസൂലുള്ളാഹി. അല്ലാ യുജ്ബാ ഇലൈഹിം ഖഫീസുൻ, ഒരു പറധാന്യം പോലും അവർക്ക് ലോകരാഷ്ട്രങ്ങളിൽ നിന്ന് കിട്ടൂല, അത് വിലക്കപ്പെടും. അതിന് ഉപരോധം നടന്നു. വലാ ദിർഹമുൻ, പുറം രാജ്യങ്ങളിൽ നിന്ന് ഒരു റുപ്യ പോലും കിട്ടില്ല. അങ്ങനത്തെ ഒരു കാലം ഇറാഖുകാർക്ക് വരാനിരിക്കുന്നു. ഇത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ തീരുമാനം അള്ളാഹുവിൽ നിന്ന് കണ്ടതാണ്, മനസ്സിലാക്കിയതാണ്. എന്നാ അതിന് വല്ല പോംവഴിയും റസൂൽ പറഞ്ഞെന്നോ? ഇല്ല. ശേഷക്കാര് പറഞ്ഞു എന്താ അത് നടക്കാനുള്ളത് നടക്കും. അതിലും അള്ളാഹുവിന്റെ പരീക്ഷണമുണ്ട്. ഉപരോധം നടത്തുന്നവർക്കും പരീക്ഷണമുണ്ട്. ആർക്കാണ് ഉപരോധം നടത്തപ്പെട്ടത് അവരും അല്ലാഹു തആല പരീക്ഷിച്ചു. അപ്പൊ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ നടക്കാത്ത ഒരു സമയങ്ങളുമില്ല. അതിലൊക്കെ വിജയിക്കലാണ് നമ്മുടെ കടമ. അപ്പൊ റസൂൽ പറഞ്ഞല്ലോ, മല്ലം യസ്ബിർ അലാ ബലാഇ വലം യർള ബിഖളാഇ ഫൽയഖ്റുജ് മിൻ തഹ്തി സമാഇ വൽയത്ലുബ് റബ്ബൻ സിവാഇ. ഖുദ്സിയ ഹദീസ്. മല്ലം യസ്ബിർ, ആരെങ്കിലും ക്ഷമിച്ചില്ലെങ്കിൽ, അലാ ബലാഇ, ഞാൻ നടത്തുന്ന പരീക്ഷണം ക്ഷമിക്കണം. അല്ലാഹുവിന്റെ ഖളാഅ, അതിൽ ക്ഷമിക്കണം. പക്ഷേ ക്ഷമിച്ചില്ല. വലം യർള ബിഖളാഇ, എന്റെ മുൻ തീരുമാനം കൊണ്ട് അവൻ തൃപ്തിപ്പെട്ടതും ഇല്ല. എന്റെ റബ്ബ് പണ്ടേ തീരുമാനിച്ച തീരുമാനം ഞാനിപ്പോ എതിര് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അല്ലാഹു തആല നല്ലൊരു അവസ്ഥ നമുക്ക് തരട്ടെ എന്ന് ദ്വാരക്കല്ല, അതിനെ അമർഷം വെച്ചിട്ട് കാര്യമില്ല. അപ്പൊ എന്റെ ഖലാ കൊണ്ട് ഒരാൾ പൊരുത്തപ്പെട്ടതും ഇല്ല. എന്നാ പിന്നെ ഇവിടെ നിൽക്കണ്ട. ഫൽയഖ്റുജ് മിൻ തഹ്തി സമാഇ, എന്റെ ആകാശത്തിന്റെ ചുവടെന്നവൻ പോയിക്കൊള്ളട്ടെ. ആകാശത്തിൽ ഒടുങ്ങിയവിടെ വേറെ സ്ഥലം? ആകാശത്തിന് ചുവടെയല്ലാത്ത ലോകം ഉണ്ടോ? എവിടെയും അല്ലാഹു തആല ആകാശം വലയം ചെയ്തു. എന്നിട്ട് അല്ലാഹു പറയുന്നു, വൽയത്ലുബ് റബ്ബൻ സിവാഇ, ഞാനല്ലാത്ത റബ്ബിനെ അവൻ തേടിക്കൊള്ളു. അവന്റെ കാര്യം എന്നോട് പറഞ്ഞു. അവ എത്ര ഭയങ്കര കർശനമായിട്ടാണ് അല്ലാഹുവിന്റെ ബലിയ്യത്ത് വരുമ്പോൾ ക്ഷമിക്കാതിരിക്കുന്ന സംഗതിയെ അല്ലാഹു തആല പറഞ്ഞു.
അപ്പൊ കുറെ ആളുകൾ ക്ഷമിച്ചു. അവർക്ക് ദുനിയാവിലും ആഖിറത്തിലും വലിയ ബറക്കത്ത് അല്ലാഹു കൊടുത്തു. നഷ്ടപ്പെട്ടതിന് മുഴുവൻ അല്ലാഹു തആല അതിന് ബദൽ ആഖിറത്തിലെ കാര്യം പറയുമ്പോൾ അതേ സ്ഥാനത്ത് അതിൽ ക്ഷമയുണ്ടായില്ല, അള്ളാഹുവിന്റെ ഖലാ കൊണ്ട് തൃപ്തിപ്പെട്ടതുമില്ല, അള്ളാഹുവിനെ ആക്ഷേപിച്ചു, അള്ളാഹുവിലേക്ക് ദുആ ചെയ്ത് മടങ്ങുന്നവരെ ആക്ഷേപിച്ചു, ഔലിയാക്കളെ ആക്ഷേപിച്ചു. ഇങ്ങനെ ആക്ഷേപം മാത്രമേ അവരുടെ കയ്യിലുണ്ടാകൂ. എന്നാൽ അതിന്റെ തിക്തഫലം ദുനിയാവിലും ആഖിറത്തിലും അനുഭവിക്കേണ്ടി വരും. അല്ലാഹു തആല അനുഭവിപ്പിച്ചു കൊടുക്കും. അല്ലാഹു നമ്മൾ കൊടുത്താതിരിക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത് അതാണ് ഔലിയാക്കൾ. ആ ഔലിയാക്കളിൽ പ്രമുഖനാണ് ബഹുമാനപ്പെട്ട ഖാസിം വലിയുല്ലാഹി തആല. നമ്മുടെ നാട്ടിൽ സുന്നത്ത് ജമാഅത്തിന് താങ്ങും തണലുമായി എല്ലാ പ്രയാസങ്ങളും ശത്രുക്കളും വന്ന നെഞ്ഞൂക്കോടെ മുന്നിൽ നിന്ന സയ്യിദാണ് സയ്യിദ് യൂസുഫുൽ ജീലാനി തങ്ങൾ പാപ്പ. ഇവിടെ ഇതുവരെ പ്രസംഗിച്ച ബഹുമാനപ്പെട്ട സയ്യിദ് ജലാലുദ്ദീൻ തങ്ങൾ അവിടുത്തെ മൂത്ത പുത്രനാണ്, മകന, ഇവരുടെ പിതാവ്. അല്ലാഹു തആല ദർജകളെ ഏറ്റിക്കൂട്ടട്ടെ. ആ മഹാന്റെ പിതാമഹനാണ് ഇവിടെ അന്വേഷണം കൊള്ളുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് ഖാസിം വലിയുല്ലാഹി തആല. അങ്ങനെ സാദാത്യങ്ങളുടെ പരമ്പര ഖാസിം വലിയുല്ലാഹിലേക്ക് മുട്ടുന്ന ജീലാനി കുടുംബങ്ങൾ. ഖാസിം വലിയുല്ലാഹി തങ്ങൾ ജീലാനി, അതോടൊപ്പം വലിയ ഞാൻ ആദ്യം ഇവിടെ വന്ന് അവിടുത്തെ മക്കാമെന്ന് ഞാൻ തന്നെ വെള്ളം എടുത്ത് ഒരു കുപ്പിയിലാക്കി കുറെ കൊല്ലം. ഇപ്പൊ എൻ്റെ മൂത്ത മകൾ ഗർഭം ഒരു 6 മാസമൊക്കെ ആയ സമയത്താണ് മകളെ. അപ്പോ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യല്ലാണ്ടൊരു മാർഗമില്ല. അപ്പൊ ഓപ്പറേഷൻ വേണ്ട ഞാൻ പറഞ്ഞു. അപ്പൊ പിന്നെ ഡോക്ടർ പറഞ്ഞു ഒന്നും കാര്യമില്ല, കുട്ടിക്ക് ശ്വാസം മുട്ടിക്കൊണ്ടിരിക്കുന്നു, ഇപ്പൊ ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ എന്താവും, തകരാറാവും, വിഷയാവും. അപ്പൊ ഞാൻ പറഞ്ഞു കുട്ടിൻ്റെതാണ്, എനിക്കുള്ള വിഷമം നോക്കില്ലല്ലോ, അതുകൊണ്ട് ഒരു സമയം കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ഞാൻ എന്തിനാ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞത്? ഞാൻ ഈ കൊണ്ടുപോയ വെള്ളം മനസ്സില്ല, അത് ഹോസ്പിറ്റലിൽ കൊടുത്തിട്ടില്ല. അപ്പൊ ഞാൻ പെട്ടെന്ന് ഡ്രൈവറെ പറഞ്ഞയച്ച് ആ വെള്ളക്കുട്ടി കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞാച്ച അത് വരാനുള്ള സമയം കൂടി സമ്മതിച്ചില്ല. അപ്പം വേഗം ഞാൻ വരാൻ വിളിച്ചു, ഡോക്ടർ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, പെട്ടെന്ന് വരണം. ഇനി അഥവാ അതിൻ്റെ എന്തെങ്കിലും അപകടം പണം എന്നാ പിന്നെ ഡോക്ടറും കൂടി എല്ലാരും കൂടി ഇന്ന പറയും, അങ്ങനെ പറയാം. മൂലേരെ വെള്ളം കാത്തിരുന്നാണ്ട് ആ കുട്ടിക്ക് അങ്ങനെ പറ്റും ഇങ്ങനെ പറ്റും എന്ന് പറയില്ലേ. അതൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ഒരു അസ്മ ചെയ്തു. കാരണം ഞാൻ ഇവിടുത്തെ മക്കാമ് ചെന്ന് അസ്മോട് കൂടെ പറഞ്ഞു എൻ്റെ മകൾക്ക് അന്നേ ഇവര് പറയണ്ട് എന്ത് പ്രസവം ചിലപ്പോ എന്താവും, ഓപ്പറേഷൻ വേണ്ടി വരും. അന്നെ ഇങ്ങനെ ഇവർ പറഞ്ഞോണ്ട്. അപ്പൊ ഞാൻ ഇവിടുന്ന് പറഞ്ഞത് ഒരു പ്രസവവും ഇല്ലാതെ ഒരു വിഷമവും ഇല്ലാതെ പ്രസവം ഉണ്ടാകണം. അങ്ങനെ ഈ വെള്ളം കൊണ്ടുവന്നപ്പോ ആ വെള്ളം കുറച്ച് വെള്ളം കൊടുക്കാൻ എടുത്തിട്ടുള്ളൂ. കൊടുക്കാൻ പറഞ്ഞപ്പോ ഈ സിസ്റ്റർ പറഞ്ഞു അതോ നമുക്ക് കൊടുക്കാൻ പറ്റില്ല,
ചിലപ്പോ പെട്ടെന്ന് ഓപ്പറേഷൻ വേണ്ടി വരും. അപ്പോ ഇങ്ങനെ വയറ്റിലേക്ക് അപ്പൊ ഞാൻ പറഞ്ഞു ഡോക്ടറോട് ചോദിച്ചപ്പോ നമ്മള് മൊയിലേറാണ്. ഡോക്ടർക്ക് അങ്ങനെ ഒന്നും പറയാൻ കഴിയുന്നില്ല. അപ്പൊ ഡോക്ടർ പറഞ്ഞു എന്നാലേശം ആ വെള്ളം കൊടുത്തു. ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ഖാസിം മുരീദുള്ളാഹിന്റെ പേര് യാസീൻ വമാ അലൈനാ ഇല്ലൽ ബലാഗുൽ മുബീൻ എത്തിയിട്ടുള്ളൂ. അപ്പ പറഞ്ഞു പ്രസവിച്ചു. ഒരു മുറിക്കലും കീറുന്നു ഒന്നുമില്ലാണ്ട് പ്രസവം കഴിഞ്ഞു. അതാണ് നമുക്ക് അനുഭവം. പിറ്റേന്നല്ല പിറ്റേന്ന് അവിടുന്ന്. പക്ഷെ ഇതിൽ നമുക്കും വിശ്വാസം വേണം. അതാ പറഞ്ഞു, നമ്മളൊരു അസുമുണ്ടെങ്കിൽ അത് നടക്കും. കാരണം അവർക്ക് തസറുഫാത്തുണ്ട്, ചില വിക്രയങ്ങൾ നടത്താനുള്ള അനുമതി അല്ലാഹു തആല അവർക്ക് കൊടുത്തിട്ടുണ്ട്. അതാണ് അല്ലാഹു റസൂൽ നമ്മളെ പഠിപ്പിച്ച ഹദീസ്. ഞാൻ തലക്കൽ ഓതി, ഇന്ന ലില്ലാഹി ഖൽഖൻ, അല്ലാഹുവിന് ചില അടിമകൾ ഉണ്ട്, സൃഷ്ടികൾ ഉണ്ട്. ഖലഖഹും, അല്ലാഹു അവരെ പടച്ചത് തന്നെ ലിഹവായിജിന്നാസ്, ജനങ്ങളെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടിയാണ്. അവരെ കൊണ്ട് അല്ലാഹു തആല ജനങ്ങളെ ആവശ്യം പൂർത്തീകരിച്ചു കൊടുക്കും. യഫ്സഉന്നാസു ഇലൈഹിം ഫീ ഹവായിജിഹിം, അവരെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി ജനങ്ങൾ ഇവരെ സമീപിക്കും. അങ്ങനത്തെ ചില സൃഷ്ടികൾ അല്ലാഹുവിനുണ്ട് എന്ന് ഖാല റസൂലുള്ളാഹി. ബഹുമാനപ്പെട്ട ഇമാം തുബ്റാനി അവിടുത്തെ അൽ മുഅ്ജമുസ് സഗീർ എന്ന ഗ്രന്ഥത്തിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അതിന്റെ വ്യാഖ്യാനത്തിൽ ഇമാം മുനാവി എഴുതിയത് കാണാം. മുനാവി എന്ന് പറഞ്ഞാൽ ഇബ്നു ഹജർ തങ്ങളെയൊക്കെ മുമ്പുള്ള ആളാണ്. സയ്യിദ് ഇമാമിന്റെ ഒക്കെ അടുത്ത കാലത്ത് ജീവിച്ച മുനാവി പറഞ്ഞാണ് അല്ലാഹുവിന്റെ ഔലിയാക്കളെ കുറിച്ചാണ്. അല്ലാഹു തആലക്ക് അങ്ങനെ ചില സൃഷ്ടികൾ ഉണ്ട്. അല്ലാഹു അവരെ പഠിച്ചത് ജനങ്ങളെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടിയാണ്. ജനങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി അവരത്തേക്ക് വരും എന്ന് പറഞ്ഞു. ശരിയല്ലേ? അത് ശരിയല്ലേ? വഫാത്തിന് ശേഷം, മരണശേഷം ബാഹ്യമായി ഉള്ള ഭരണാധികാരികൾ അവരുടെ കാര്യങ്ങളുണ്ടോ? നമ്മളെ മഹാത്മാഗാന്ധി രാഷ്ട്രപിതാവാണ്. നമ്മുടെ ഈ രാഷ്ട്രത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ആളാണ്. അതിൽ ഒരുപാട് മുസ്ലിമീങ്ങളുണ്ട്, അവരൊക്കെ വിസ്മരിക്കപ്പെട്ടു പോയി. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എന്തായാലും ഞാൻ പറയുന്നത്, അങ്ങനെ എത്രയോ ആളുകളാണ്, അവരൊക്കെ മരിച്ചുപോയി. നെഹ്റു അദ്ദേഹം മരിച്ചു. ആരെങ്കിലും ആണ് പേച്ചിട്ടെങ്കിലും അവിടെ പോയി ചേർത്തുകൊണ്ട് പോണില്ല. എന്താ അവിടെ പോയിട്ട് ഇനി ഒന്നും കിട്ടൂലെന്ന് നോക്കറിയാം. അവരുടെ ഉദ്യോഗകാലത്തിന്റെ അത് ഉദ്യോഗം കഴിഞ്ഞാൽ തന്നെ പിന്നെ കിട്ടൂല. പിന്നെ മരിച്ചിട്ട് കൊല്ലം കഴിഞ്ഞിട്ട് എങ്ങനെ കിട്ടാനാ? അതേ കാലത്ത് നിങ്ങൾ നോക്കൂ, മൊഹീദ്ദീൻ ശൈഖ് വഫാത്തായിട്ട് എത്ര നൂറ്റാണ്ടായി. അവിടെ ജനങ്ങൾ ഒഴുകിക്കൊണ്ടേയിരിക്കുക. റിഫായി ശൈഖിന്റെ ജനങ്ങൾ ഒഴുകിക്കൊണ്ടേയിരിക്കുക. വേണ്ട, അജ്മീറിൽ ഖാജാ മുഈനുദ്ദീൻ ചിശ്തി തങ്ങൾ അരികൾ രാവും പകലുമില്ലാതെ ജനങ്ങൾ വന്നുകൊണ്ടിരിക്കുക. അല്ലേ? വന്നോൾക്കൊന്നും അവിടുന്ന് ഒരു കാര്യം കിട്ടി പിന്നെ അറിയാൻ പറ്റില്ല.
എല്ലാം പോട്ടെ. നമ്മളെ മമ്പുറം തങ്ങളരികൾ ജീവിച്ചിരിപ്പുള്ള കാലത്ത് ആരൊക്കെ എന്തൊക്കെ ആവശ്യങ്ങൾക്ക് വന്നിരുന്നു അവരെല്ലാം ഇപ്പോഴും വഫാത്തായിട്ട് 200 കൊല്ലത്തോളം ഇപ്പോഴും ജനങ്ങൾ വന്നുകൊണ്ടിരിക്കുക. അപ്പൊ അവർക്ക് ആവശ്യം പൂർത്തീകരിക്കപ്പെടുന്നു. അതുകൊണ്ടല്ലേ എവിടെ വിനിയും വരുന്നത്. അപ്പൊ റസൂലുള്ളാഹിന്റെ അരികിലോ അതാണ് ലോകത്തിന്റെ നേതാവ് റസൂലുള്ളാഹിയാണെന്നതിന് വ്യക്തമായ ഒരു തെളിവ് ഇത് തന്നെ. ലോകത്ത് മരണത്തിന് ശേഷം വഫാത്തിന് ശേഷം ഇത്രയും സന്ദർശകർ വരുന്ന ഒരു കേന്ദ്രം ലോകത്ത് വേറെ എവിടെയും ഇല്ല. ഉണ്ടെങ്കിൽ ആരും യുക്തിവാദികളോ ആരാല്ല ഇങ്ങനത്തെ ഒരു സ്ഥലമുണ്ടോ? റസൂലുള്ളാഹിന്റെ അരികിൽ ഓരോ മിനിറ്റിലും സെക്കൻഡിലും ലക്ഷക്കണക്കിന് ആളുകളാണ് വന്നു. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്, ഖുദ് ബിയദി ഖല്ലത്തി യദ്രിക്നി യാ റസൂലല്ലാഹ് എന്നിങ്ങനെ പലതരത്തിലും പറയുന്ന ആളുകൾ ഓരോ സെക്കൻഡിലും ലക്ഷക്കണക്കിന് ആളുകളാണ്. അപ്പൊ ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ത്യയുടെ നേതാവ് സുൽത്താനുൽ ഹിന്ദ് എന്ന് വെറുതെ പേരിച്ചല്ല. എല്ലാവരും നമ്മളെ മോദിയാണ്. അജ്മീർ പോവാത്ത നേതാക്കളാരാ അവിടെ? ഏത് ഭരണം ഇന്ത്യയിൽ വരുമ്പോഴും അജ്മീർ ഖാജ മുഈനുദ്ദീൻ ചിശ്തി തങ്ങളരികിൽ പോയി സമ്മതം വാങ്ങിയിട്ട് അവർ ഭരണചേരയിലേക്ക് പോയി. അതുകൊണ്ടാണ് സുൽത്താനുൽ ഹിന്ദ് ഇന്ത്യയുടെ രാജാവാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, അവർക്ക് നമ്മളെ മേലിൽ ഇങ്ങനെ ചില നോട്ടങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിൽ നമുക്ക് വിശ്വാസം വേണം. ഓരോ പ്രദേശങ്ങളിലുള്ള ഉലിയാക്കന്മാർ ആ പ്രദേശങ്ങളൊക്കെ സംരക്ഷിക്കുന്നവരും കാക്കുന്നവരും അതിന് സെക്യൂരിറ്റിക്കാരും അല്ലാഹു തആല ഏൽപ്പിച്ചവരുമാണ്, അവരെ ഏറ്റെടുത്തവരുമാണ്. പക്ഷേ നമുക്ക് അവരിലേക്ക് ആവശ്യം വേണം. നമുക്ക് വിശ്വാസമല്ലേ ഫലം ചെയ്യൂല. അതുകൊണ്ടല്ലേ ഇത് ദീന്റെ സംഗതി മാത്രമല്ല, ഒരു ഡോക്ടർ ചികിത്സിക്കുമ്പോൾ ആ ഡോക്ടറുടെ ചികിത്സ ഫലപ്പെടണമെങ്കിൽ രോഗിക്ക് പല വിശ്വാസം. അതിൽപ്പെട്ട ഒന്നാണ് എന്റെ രോഗം അയാൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന വിശ്വാസം. 2, അയാൾ നല്ല നിപുണനായ ഡോക്ടറാണ്, നൈപുണ്യം നേടിയാണ്, അയാളെ കുറിച്ചും വിശ്വാസം. അയാൾ തരുന്ന മരുന്ന് അതിന്റെ രോഗത്തിന് മരുന്നിന് ഇതിലൊന്നും പഴവൊന്നുമില്ല. ഈ വിശ്വാസങ്ങളൊക്കെ ഉണ്ടെങ്കിലേ ആ ഡോക്ടറുടെ ചികിത്സ ഈ രോഗിക്ക് ഫലം ചെയ്യുള്ളൂ എന്ന് എല്ലാ വൈദ്യശാസ്ത്രജ്ഞരും സമ്മതിച്ച കാര്യമാണ്. തത്വജ്ഞാനികളും എല്ലാവരും സമ്മതിച്ചു. അയാൾക്ക് മറ്റേ രോഗം തിരിഞ്ഞു കാണാം. അയാൾക്ക് തിരിയോ എന്നാ തന്നെ പോയി. അതല്ലേ വലിയൊരു ഭാഗം നമ്മുടെ ശമനത്തിന് വിശ്വാസം. മമ്പുറത്വങ്ങളുള്ള കാലത്ത് മമ്പുറത്വങ്ങൾ തമാശ. ഒരാൾ വന്നിട്ട് പറഞ്ഞു, തങ്ങളെ വല്ലാതെ മീൻകാരാണ്. മസിലുകാരിൽ അങ്ങനെ പേരുണ്ട് നമ്മുടെ നാട്ടിൽ. ഇവിടെ ഉണ്ടോ അറിയില്ല. കാലിന്റെ മസിലിന് മീനുകൾ മീൻകാരാ തങ്ങളെ എന്ന് പറഞ്ഞു. അപ്പൊ മീൻകാരാന്ന് പറഞ്ഞപ്പോ തങ്ങൾ ഇവിടെ തമാശാക്കി പറഞ്ഞു, ഇടാ മീൻകാരൻ വല പിടിച്ചു കൊടുക്കുന്നുണ്ട്, വേഗം വല പിടിച്ചു കൊടുക്കുന്നു. ഇവ ഈ രോഗത്തിന്റെ ചികിത്സ എന്ന് മനസ്സിലാക്കിയിട്ട് അവൻ വലെടുത്ത് കണ്ട് കെട്ടി. മസിൽ കയറിയപ്പോ അവിടെ സ്റ്റോപ്പായി. ഇതിപ്പോ പിൽക്കാലത്തെ ഒരു ചികിത്സ നമ്മുടെ നാട്ടിലൊക്കെ ഒരു ചികിത്സയാണ്. ആ രോഗം വേണ്ട പിന്നെ എത്ര എണ്ണം ബഹുമാനപ്പെട്ട മടൂർ മഹാനവർ ചില സംഗതി പറയുമ്പോ അങ്ങനെ അതിനി വേണ്ട. ഒറ്റ സംഗതി അതോടൊന്നും പിന്നല്ല.
നേരിട്ട് ഒരാൾ എന്നോട് പറഞ്ഞതാ, അയാൾക്ക് ക്യാൻസറാറിഞ്ഞ് നമ്മളയാളെ വയലൂർ തുടങ്ങി. വയലൂർ വന്നപ്പോൾ അയാൾ വയലൂർ കൊണ്ടിട്ടില്ല. അപ്പോൾ കൊണ്ടുവരാൻ വേണ്ടി ചെന്നപ്പോൾ അയാൾ മൂർജിച്ച സമയം. അപ്പോൾ സുഖാവില്ല എന്നുള്ളത് തന്നെ എല്ലാവർക്കും. ഇയാള് മടവൂരിനെ കണ്ടു. മടവൂരിനെ കാണാൻ പോയതല്ല, ഒരു റോഡ് സൈഡിൽ നിൽക്കുക. ആ മടവൂര് വന്നാണ് വണ്ടി ഉടക്കി. ഇയാൾക്ക് മടവൂരിനെ അറിയില്ല. കേട്ടു പോണം എന്നുള്ള ഉദ്ദേശമുണ്ട് എന്നല്ലാതെ ഈ ആള് വന്നാള് മടവൂരാന്ന് അറിയില്ല. പെട്ടെന്ന് വണ്ടി നിർത്തിയിട്ട് മടവൂർ ഇയാളെ ഡോറിന്റെ അടുത്ത്, നിങ്ങൾക്ക് വലിയൊരു രോഗമുണ്ട്, എല്ലാ ദിവസവും 11 ഇഖ്ലാസ് വേണ്ടിയിട്ട് വയറിന് വരെ ഊതിക്കൊള്ളി എന്ന് പറഞ്ഞു പോയി. അപ്പൊ അവിടെ പള്ളിന്റെ മുകളിൽ നിന്ന് AK മുഹമ്മദ് മുസ്ലിയാർ അദ്ദേഹം കണ്ടു. അപ്പൊ അദ്ദേഹം ഇറങ്ങി. അദ്ദേഹം ഇയാളോട് ചിന്ത നിങ്ങളോട് മടവൂര് പറഞ്ഞു. അപ്പൊ ഇയാൾ ആ മടവൂരാണത്, ഞാൻ മടവൂരിന് വായ്പിക്കാൻ വേണ്ടി കാണാൻ പോയി. മനസ്സ് കരുതിയിട്ട് ഒരുപാട് വിഷയങ്ങൾ, പക്ഷെ എനിക്ക് സൗകര്യം കിട്ടിയില്ല. എന്നാ അതാ മടവൂർ എന്തേ മുപ്പരോട് പറഞ്ഞു, നിങ്ങൾക്ക് വലിയൊരു രോഗമുണ്ട്, നിങ്ങൾ എല്ലാ ദിവസവും 11 വട്ടം ഇഖ്ലാസ് ഊതാൻ പറഞ്ഞു, എന്നാ അത് മുറുകെ പിടിച്ചോളി എന്ന് പറഞ്ഞു. അപ്പ അയാൾക്കൊരു സന്തോഷം. കേടിയെ വെള്ളി കാലിൽ ചിറ്റി എന്ന് പണ്ടൊരാൾ പറഞ്ഞ മാതിരി ഉദ്ദേശിക്കാതെ ഇപ്പൊ നടന്നല്ലോ. ഏതായിരുന്നാലും മൂപ്പരത് ഇങ്ങനെ അമല് ചെയ്യാൻ. പിന്നെ മൂപ്പര് നാട്ടിലൊരു വിഷയം ഉണ്ടായപ്പോൾ ഫത്വ ചോദിക്കാൻ നാട്ടുകാരെല്ലാം കൂടി ജനബോഡി കൂടി അത് ഈക്കനോട് ചോദിക്കാൻ തീരുമാനിച്ചു. അപ്പൊ ആ ഫത്വ ചോദിക്കാൻ വേണ്ടി മൂപ്പരും നാട്ടിലെ പ്രസിഡന്റും മഹൽ പ്രസിഡന്റും കൂടി ഈക്കനെ കാണാൻ വേണ്ടി പോയി. അപ്പൊ വീട്ടിൽ നിന്ന് അവർ വന്ന് കൊടുവള്ളി അധികാരിന്റെ വീട്ടിലേക്ക് വെക്കണം. ഈക്ക അവിടെ പോയ അപ്പൊ അവിടെ ചെന്ന് നോക്കുമ്പോ നിറയെ ആളുണ്ട്. ഇങ്ങനെ എന്താ കഥ. അപ്പൊ അന്വേഷിച്ച് നോക്കുമ്പോ അവിടെ മടവൂർ. അപ്പൊ മടവൂർ അവിടെ വന്നത് കൊണ്ട് മടവൂരിനെ കാണാൻ വേണ്ടി ഈക്ക പോയതാ വീട്ടിൽ നിന്ന്. അപ്പൊ രണ്ടാളും ഇപ്പൊ അവിടെ തന്നെ ഉണ്ട്. പക്ഷേ ഇയാൾക്ക് യാതൊരു രക്ഷയില്ല. നിറച്ച ആളല്ലേ, എങ്ങനെ കാണും? നമ്മളിവിടെ ആരെങ്കിലും അറിയോ? ഒന്നുമില്ലല്ലോ. അപ്പൊ ഇയാൾ പുറത്ത് നിൽക്കാണ്. എന്താ കാട്ട എപ്പോഴാ വന്ന് പോവെന്ന് ഒരു വൃത്തമില്ല. അപ്പൊ ഒരാൾ വന്നിട്ട് വാതിൽ വന്നിട്ട് പറഞ്ഞു, വളാഞ്ചേരി എന്ന് വന്ന അവരോട് അങ്ങോട്ട് വരാൻ പറഞ്ഞു. അപ്പൊ ഇയാൾ വളാഞ്ചേരിന്നാ ചിന്തിക്കണേ. ഇയാൾ വിചാരിച്ചു എന്നെങ്കിലും ആവില്ല, ഞാൻ ഇപ്പോൾ വന്നേന്ന് പറഞ്ഞിട്ടില്ല. അയാൾ വിചാരിച്ചു വിവരം നേരത്തെ മെസ്സേജ് നേരത്തെ കൊടുത്തെങ്കിലേ അറിയുള്ളൂ എന്നാ ഒന്നും കരുതിയത്. മടവൂര് മെസ്സേജ് നേരത്തെ കിട്ടിക്കണേ. അപ്പൊ ആളില്ല, ആരും ചെന്നില്ല. അപ്പൊ രണ്ടാമത് അയാൾ കൊണ്ട് വന്നിട്ട് പറഞ്ഞു, വളാഞ്ചേരി ചെല്ലാൻ പറഞ്ഞു. അപ്പൊ ഇയാൾ വളാഞ്ചേരി വന്നാളാ, ഞാൻ ഇവിടെ ഒന്നും പട്ടൊന്നുമില്ല, ഇജ്ജ് പറഞ്ഞല്ല വെച്ച് വളാഞ്ചേരി വരാൻ പറഞ്ഞു. അപ്പൊ ഇയാളാണ് ചെന്നപ്പോ ഈക്കിണ്ട് അവിടെ മടവൂരുണ്ട്. ഇയാള് ആണ് ചോദിച്ചു. അപ്പോഴേക്കിനെ മടവൂര് പറഞ്ഞു, കുടലൊന്നും മാറ്റേണ്ടതില്ല, അതെല്ലാം ഞാൻ മാറ്റി. അപ്പൊ ഇയാളോട് കുടൽ കട്ട് ചെയ്ത് രണ്ടാമത് അത് ചേർക്കണം. അത്രയും ഭാഗം കുണ്ണ് പിടിച്ചത് ക്യാൻസർ ആയിരിക്കുന്നു, അത് മുറിച്ചു കളയാഞ്ഞാൽ ഒന്നാകെ പടരും. അപ്പൊ പിന്നെ കട്ട് ചെയ്യാൻ പോയി നോക്കിയിട്ടുണ്ടാവില്ല. ഇതാണ് ഡോക്ടർ പറഞ്ഞത്. അതിനാണ് മടവൂര് പറഞ്ഞത്, കുടലെല്ലാം ഞാൻ ശരിയാക്കി, ഞാൻ കട്ടും കണ്ടു. ഇയാൾ പോയത് പത്ത് നോക്കാം, ഇതിന് പോയതല്ല. പിന്നെ ഇനി മൂപ്പരോട് ഈക്കനോട് മസൂരിച്ചാണ്, അതിന് വൃത്തിയില്ല. മടവൂരോട് പിന്നെ പറഞ്ഞു, ഇനി പോകാം, ഇനി പോകാന്ന് പറഞ്ഞാൽ അയാൾ എഴുതി.
ചുരുക്കത്തിൽ എന്തായി, അയാൾ അസുഖം മാറി. ഇത് വേറെ ആരും പറഞ്ഞു കേട്ട ഫിക്കിയും കുയ്യൊന്നുമില്ല, നേരെ അയാൾ അങ്ങനെ എൻ്റെ അസുഖം മാറി. പിന്നെ മാറിയിട്ട് അയാൾ 15 കൊല്ലം പിന്നെ ജീവിക്കുന്നത്, 80 വയസ്സ് ഇപ്പൊ അടുത്ത മരിച്ചു. സാധാരണ രോഗം ഉണ്ടാവുമ്പോൾ ഇത് രോഗം ഉണ്ടായി അതിൽ മരിച്ചു. ഇതൊക്കെ നമ്മളെ അനുഭവങ്ങളാണ്. സാഹിത്യ പറഞ്ഞു കാണും, കറാമത്തിന് ആരും നിഷേധിക്കുന്നുവോ അവരതിന്റെ അനുഭവസ്ഥരല്ല, അത് നിഷേധിക്കണം. അനുഭവം ഉള്ളവർ നിഷേധിക്കാൻ കഴിയും. ഇങ്ങനെ നമ്മൾ പറയുമ്പോൾ ഒരുപാട് അനുഭവകഥകളും മുൻകാല ചരിത്രങ്ങളും ഒക്കെ പറയണം. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല, എന്നാൽ തന്നെ കുറച്ച് നീണ്ടുപോയി. ബാക്കി കാര്യങ്ങളൊക്കെ കൂടുതൽ സംസാരിക്കാൻ നമ്മളെ മായനാട് സഖാഫി ഒക്കെ സംസാരിക്കാൻ ഇന്ന് നമ്മളെ തുടക്കമാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല വലിയ ബറക്കത്തുള്ള തുടക്കമായി ഇതിനെ കബൂൽ ചെയ്യട്ടെ. അതിനിടയിൽ ഖലീൽ തങ്ങളടക്കം AP സാടക്കുള്ള ആളുകളൊക്കെ നമ്മളെ നേതാക്കളൊക്കെ വരും. അവർക്കൊക്കെയും ഇവിടെ വരാനും നന്നായി നമ്മളോടൊക്കെ നസീഹത്ത് ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു കൊടുക്കട്ടെ. വഴിക്കും അവരുടെ വാഹനങ്ങൾക്ക് ഒന്നും ഒരു തകരാറും സംഭവിക്കാതെ നല്ല എത്താനും പ്രസംഗിച്ച് പോകാനും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്യുന്നു. നിങ്ങളൊക്കെ സാധുവായി എനിക്ക് വേണ്ടി ദുആർക്കണം. ഞാനും സുഖമല്ല, എൻ്റെ കാലിന് വളരെ പ്രയാസമുണ്ടെങ്കിലും നിന്ന് പറയാതെ എന്ന് പറഞ്ഞാൽ ഏത് കിട്ടൂല വിചാരിച്ചു ഞാൻ എഴുന്നേറ്റ് തന്നെ പറഞ്ഞതാണ്. അല്ലാഹു തആല ബഹുമാനപ്പെട്ട ഹക്കുകൊണ്ട് എല്ലാ അസുഖങ്ങളും ശിഫയാക്കി പൂർണ്ണമായ ആരോഗ്യവും നമ്മളെ ദർസിന് യാതൊരു സംഗതിയും പറ്റാതെ ദീർഘകാലം ദർസ് നടത്താൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ അങ്ങനെ നിർബന്ധമാകുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകുന്നല്ലാതെ കാര്യമായി എനിക്ക് ദർസിന്റെ പണിയാണ്. പ്രസംഗത്തിനൊക്കെ പോകാൻ കഴിയില്ല. അങ്ങനെ പോയാൽ നമ്മളെ ദർസൊക്കെ മുടങ്ങും ചെയ്യും. അപ്പൊ അതുകൊണ്ട് ദർസിന് എന്നും നമുക്ക് കഴിയണം. അതിന് ആരോഗ്യം വേണമല്ലോ. നിങ്ങളെ എല്ലാം ദുആ ചെയ്യണം. അല്ലാഹു തആല ആഫിയത്തും ദീർഘായുസ്സും നമുക്കൊക്കെയും നമ്മുടെ നേതാക്കൾക്കും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. റഹ്മാനായ റബ്ബേ, ഞങ്ങൾ ഇതുവരെ പറഞ്ഞു കേട്ട് പൊരുത്തത്തിലാക്കണേ റഹ്മാനെ. നിന്റെ ഔലിയാക്കളെ മദദുകൾ ഞങ്ങൾക്ക് നീ ചൊരിച്ചു തരണേ റഹ്മാനെ. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ ഒരു ബുദ്ധിമുട്ടിലും നീ പെടുത്തല്ല റഹ്മാനെ. എല്ലാ ഹൈറും ബറക്കത്തും ഞങ്ങൾക്ക് നീ ചെയ്തു തരണേ റഹ്മാനെ. ഞങ്ങൾ എന്തൊക്കെ വിഷയങ്ങളിൽ ഇടപെടുന്നുവോ അതിലൊക്കെ ഹൈറും ബറക്കത്തും ഏറ്റി തരണേ റഹ്മാനെ. ഞങ്ങളെ ജാമിഅ എന്ന സ്ഥാപനം, ആ സ്ഥാപനത്തിന് വേണ്ടി വിശാലമായ 4.5 ഏക്കർ തന്ന ബഹുമാനപ്പെട്ട മുഹമ്മദ് ഹാജി ഞങ്ങളോട് ഈയിടെ വിട്ടുപിരിഞ്ഞു. റഹ്മാനായ റബ്ബേ, അദ്ദേഹത്തിന്റെ ഖബറിനെ സ്വർഗ്ഗത്താപ്പായി റഹ്മാനെ. അദ്ദേഹം ചെയ്ത എല്ലാ സംഗതികളും വലിയ ഒരു അമലായി നീ കബൂൽ ചെയ്യുകയും അതിന്റെ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യണേ റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.